ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் டு அவர் சேனல். இனி நீ പറ. நாங்கள் இப்போ எங்கே போகிறோன்னா பழனிக்கு போகிறோம். എന്തിനാ? எனக்கு എന്നെ തങ്കച്ചിക്ക് മുട്ട അടിച്ചക്ക്. ആണോ? ആണോ? മുട്ട അടിക്കാൻ പോവല്ലയോ? അപ്പം നമ്മൾ എങ്ങനെയാ പോകുന്നത്? ഞങ്ങളിപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനകത്ത്. നമ്മൾ എവിടുന്നാ, ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ? നമ്മൾ കുഴിത്തറ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഗൈസ്. ഞങ്ങൾ ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ പോയിരിക്കുക. ബൈക്ക് പാർക്ക് ചെയ്യാൻ പോയിരിക്കുന്നു. ഞങ്ങൾ എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ബൈക്കെല്ലാം പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് കുഴിത്തറ റെയിൽവേ സ്റ്റേഷൻ, മാർത്താണ്ഡം, കന്യാകുമാരിയിൽ. ഞങ്ങൾ കന്യാകുമാരിയിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ബൈക്കൊക്കെ എല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ എന്താ, ട്രെയിൻ കിട്ടിയില്ല നമുക്ക്. ട്രെയിൻ പോയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ്സിനകത്ത് പോകാനായിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ട്രിവാൻഡ്രം വരെ ബസ്സിനകത്ത് പോയി. ബസ്സിൽ വന്നിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തി. അവിടെ ഇരുന്നുള്ള വീഡിയോ ആട്ടോ. അത് മാലയൊക്കെ ഞങ്ങൾ പളനി പോകുമ്പോൾ മാലയൊക്കെ ഇടുമല്ലോ, അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് കാണിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബസ്സിനകത്ത് നമ്മൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ എടുത്തില്ലേ. ബസ്സിൽ ഞങ്ങൾ എത്തി റെയിൽവേ സ്റ്റേഷനിൽ. ഇപ്പം ഞങ്ങളിരിക്കുക. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ നേരത്തെ ട്രെയിനിലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റൊക്കെ. നമ്മൾ എന്തോ ട്രെയിനിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, നെയിം ഞാൻ മറന്നുപോയി. അമൃത എക്സ്പ്രസ് എന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം ടു പളനി. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, ഫുഡൊക്കെ മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ നമുക്ക് കണ്ടു. പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾക്ക് സീറ്റെല്ലാം കിട്ടി. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടെ AC കമ്പാർട്ട്മെന്റിലൊക്കെ കയറുന്നത്. അടുത്ത ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രെയിനിൽ ഉറങ്ങുന്നത്. അതെ, നമ്മൾ ഇതുവരെ അങ്ങനെ രാത്രി ഫുള്ളും അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ സീറ്റൊക്കെ ഞങ്ങളെല്ലാം കൺഫേം ചെയ്തു. ഞങ്ങൾ കയറുമ്പം ആരും അങ്ങനെ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ ഓരോരുത്തരൊക്കെ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയുള്ളതൊന്നും ഞങ്ങൾ എടുത്തില്ല. ഏകദേശം രാവിലെ 6 മണി 6:45 ആയപ്പോഴത്തേക്ക് പളനി എത്തി. പളനിയിലുള്ള വ്യൂ ആണിത്. അങ്ങനെ പളനി സ്റ്റേഷനിലെത്തി. ഇനിയാണ് പളനിയിൽ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ യാത്ര. ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത എന്താണ്, അടുത്ത ഇനി ഇവിടുന്ന് നമുക്ക് എങ്ങനെ പളനിയിലെത്തണം, പളനി അമ്പലത്തിലെത്തണ്ടേ, അതിനു വേണ്ടിയിട്ട് അടുത്ത അവിടെ പോവതൊക്കെ 3 മാർഗമേ ഉള്ളൂ. ഒന്ന് ബസ്, അടുത്ത ആട്ടോ, അടുത്ത കുതിരവണ്ടി. ഇതിനകത്ത് 3 എണ്ണത്തിന് കയറിയാലും സെയിം റേറ്റ് തന്നെയാണ്. 250 രൂപ മേടിക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പളനി അടിവാരത്തിലെത്താൻ. പക്ഷേ 250 രൂപയാണ് കേട്ടോ ഇവർ ചാർജ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഓട്ടോയ്ക്കകത്ത് കയറിയപ്പോൾ ഷെയർ ചെയ്തൊക്കെ കയറുന്ന ഏറ്റവും നല്ലത്. അത് ഞങ്ങൾ വലിയ പേര് 2 പേരും 2 കുട്ടികളും ആണല്ലോ. അല്ലാതെ 2-3 പേരൂടെ കയറുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നമുക്ക് 250 എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവിടെ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ കോലം ഇടുന്നുണ്ട് കേട്ടോ. കാരണം എന്താ, ഇന്ന് പൊങ്കലാണ്. പൊങ്കൽ ഡേ ആയതുകൊണ്ടും ട്രെയിനകത്ത് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും കോലവും കാര്യങ്ങളും പൊങ്കാലയൊക്കെ ഇടാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയതില്ലേ, നമ്മുടെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. 250 രൂപ മേടിച്ചു അവർ. മോൻ പറ. ഞങ്ങൾ കുതിരവണ്ടിയിൽ പോവാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ ഓട്ടോയിൽ പോയി. ബസ്സുണ്ടായിരുന്നു. ബസ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഫുള്ളായി. ബസ്സിനകത്ത് പിന്നെ നിൽക്കാൻ പോലും സ്ഥലമില്ല. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ കയറുന്നത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഓട്ടോയെ തന്നെ പിടിച്ചു. ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേറെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ കയറിയ ഓട്ടോയ്ക്കകത്ത് കണ്ട ഒരു മയിലിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ അല്ല, സൈഡിൽ കമ്പിയിൽ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടോ. ഇനി ഇങ്ങോട്ടുള്ള വീഡിയോ കാണാം. അതാണ്ട്. അങ്ങനെ നല്ല രസമായിരുന്നു കാണാൻ. കാരണം നേരം വെളുത്തുള്ള ആ ഒരു വ്യൂവും പിന്നെ കണ്ട സൈഡിലൂടെ പളനി കണ്ടോ, മലമുകളിൽ പളനി. പൊങ്കലായതുകൊണ്ട് ഭയങ്കര സെലിബ്രേഷനായിരുന്നു അവിടെ. എല്ലാ കടയിലും മുന്നിലും കോലങ്ങളൊക്കെ ഇട്ട് പൊങ്കാലയൊക്കെ ഇടാനും അങ്ങനെ എനിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് അല്ലെങ്കിലും പളനി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇത് 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. പണ്ട് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ചേട്ടനും മോനും മോളും ഒക്കെ അവരുടെ ആദ്യത്തെ പളനി യാത്രയാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ കണ്ടില്ലേ ഭക്തജനങ്ങൾ ഇഷ്ടംപോലെ നല്ല തിരക്കായിരുന്നു. പറ മോനെ. ഞാൻ അവിടെ കണ്ട മേലൊരു വേൽമുരുകനും ഇരിക്കുന്നേ. അങ്ങനെ ഞങ്ങൾ റൂം എടുത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള റൂമുകളാണ് കേട്ടോ, പളനി ദേവസ്വം ബോർഡിൻ്റെ. ഇതിനൊക്കെ റേറ്റൊക്കെ വളരെയധികം കുറവാണ്. ഒരു ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നു 300-350 രൂപയൊക്കെ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് ഇനിയാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ കയറി റൂമൊക്കെ കയറി ചെക്ക് ചെയ്ത് അതിനുശേഷം പിന്നെ അവിടെ തന്നെ ഫ്രീ ആയിട്ട് മുട്ടയടിക്കുന്ന ഒരു സെക്ഷനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ ടോക്കൺ എടുക്കണം. എത്ര പേർക്കാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ടോക്കൺ എടുത്തിട്ട് മുട്ടയടിക്കണം. അങ്ങനെ ടോക്കണൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാട്ടോ എനിക്ക് മുടിയുടെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തായിരുന്നു. ഞാൻ പിന്നെ അവിടെ ഒരു ചേച്ചി മോള് അവിടെ ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഞാനും പിന്നെ അങ്ങനെ ചെയ്തത്. അങ്ങനെ മോന് നിനക്ക് എത്രാമത്തെ മുട്ട? എനിക്ക് 3ാമത്തെ മുട്ടയാ, തങ്കച്ചിക്ക് ഫസ്റ്റ് മുട്ട. രണ്ടുപേർക്കും മുട്ടയൊക്കെ അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് ഞങ്ങൾ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് തലയിൽ ചന്ദനമൊക്കെ തേച്ച് രണ്ടുപേരും തലയിൽ ചന്ദനമൊക്കെ തേച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട്. ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ, കാപ്പി ഞങ്ങൾക്ക് വിശപ്പും ഇല്ലായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെയാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോയത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഫോണും ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിക്കുന്നിടത്ത് ഞങ്ങൾ കൊടുത്ത് ടോക്കണൊക്കെ എടുത്ത് ഫോണും അവിടെ ഫോൺ ഇത് ചെയ്തിട്ടുണ്ട് ബോർഡല്ല. ഫോണ് അമ്പലത്തിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല, അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസൊക്കെ, ആരും ഫോണൊന്നും അകത്ത് കൊണ്ട് പോകരുതെന്ന്. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ പടി കയറി. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ പടി? നല്ലായിരുന്നല്ലേ? ഭയങ്കര തിരക്കായിരുന്നല്ലയോ? ഭയങ്കര തിരക്ക് നടക്കാനേ പറ്റുന്നില്ല. പൊങ്കലായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ഞങ്ങൾ പോയിട്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് കാൽ വലിച്ചിട്ട് ഒരു സീറ്റില്ലായിരുന്നു. അങ്ങനെ നമുക്ക് നടന്ന് കയറി പോകുമ്പോൾ ടയേർഡാകുമ്പോൾ ഇരിക്കാനുള്ള സീറ്റും പിന്നെ കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഓരോരോ മണ്ഡപം പോലെ ഓരോരോ മണ്ഡപങ്ങളുണ്ട്. അങ്ങനെ അവിടെ അതിനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ ചെറിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അവിടെ സ്റ്റാച്യൂല് നിറയെ ഇത് വേൾഡ് അനിമൽസ് എല്ലായിരുന്നില്ലേ. പിന്നെ ഞങ്ങൾ മയിലിനെ കണ്ട്, ഇഷ്ടംപോലെ കുരങ്ങിനെ കണ്ട്, മയിലിനെ കണ്ട്, നല്ലതായിരുന്നു. പിന്നെ അവിടെ അങ്ങോട്ട് പടി കയറി പോകുമ്പോഴൊക്കെ അവിടെ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഞങ്ങൾ തൊഴുത് ഞങ്ങളങ്ങനെ മേലിൽ പോയിട്ട് ഞങ്ങൾ പിന്നെ തൊഴുത് ഫ്രീ ദർശനത്തിന് നിന്നില്ല കേട്ടോ, കാരണം ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു. എന്തായാലും ഫ്രീ ദർശനത്തിന് നിന്നാൽ നമുക്ക് ഉച്ചയൊന്നും ആകുമ്പോൾ ഇറങ്ങി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരാൾക്ക് 30 രൂപ കൊടുത്തുള്ള പാസ് എടുത്ത് ഞങ്ങൾ കയറി. കുഴപ്പമില്ലായിരുന്നു, വെയിലൊന്നും കൊള്ളണ്ട, ഇരിക്കാനൊക്കെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് പോയി തൊഴുത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഭഗവാന്റെ തന്നെ പ്രസാദം ഉണ്ടായിരുന്നു, പുളിയോദരയും ലഡു അതിരസമൊക്കെ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ മേടിച്ച് ക്യാഷ് കൊടുത്ത് തന്നെ മേടിച്ച് ഞങ്ങൾ കഴിച്ചിട്ട് അവിടെ ഇല്ല അത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാപ്പ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പളനി പഞ്ചാമൃതം മേടിച്ച് അതാ പുളിയോദര. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പളനി പഞ്ചാമൃതമൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ പടിയിറങ്ങി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ നേരെ അടിവാരത്തിലെത്തി. ഞങ്ങളുടെ ഫോണും ചെരുപ്പും ഒക്കെ സൂക്ഷിക്കുന്നിടത്തുനിന്ന് പോയി അതൊക്കെ ഞങ്ങൾ മേടിച്ചു. അതൊക്കെ കൊണ്ട് നമ്മൾ നേരെ റൂമിൽ വന്നിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്. പിന്നെ നമുക്ക് വേറെ ഒരു സ്ഥലത്തും പോകാനില്ല, നമ്മൾ പളനി മാത്രമാണ് നമ്മൾ വന്നത്, വേറെ ഒരു സ്ഥലവും നമ്മളങ്ങനെ പോകാനായിട്ട് പ്ലാനില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ 12:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത്. പക്ഷേ അവർ 350 രൂപ ഞങ്ങളുടെ നിന്ന് മേടിച്ചു കേട്ടോ. 7 മണി തൊട്ട് 12:30 വരെ ആണെങ്കിലും 350 രൂപ മേടിച്ച്. അതിലും കൂടുതൽ പൈസ അവിടെ ഓരോരോ അപ്പാർട്ട്മെൻറ്റിന് തിരിച്ചിങ്ങനെ ഉണ്ട്, ആ ഒരു റൂംസിൻ്റെ ഓരോരോ അപ്പാർട്ട്മെൻറ്റ് പോലെ. അപ്പോൾ അവിടെ ഓരോ അപ്പാർട്ട്മെൻറ്റിൽ സെക്യൂരിറ്റി പോലെ ഇരിക്കുന്നവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ സെപ്പറേറ്റ് അധികം പൈസയൊക്കെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാനൊക്കെ നോക്കും. ഞങ്ങൾ കൊടുത്തില്ല, കാരണം അവർ റൂം ക്ലീൻ ചെയ്തതിന് ഇതിനെന്നൊക്കെ പറഞ്ഞ് പൈസ ചോദിച്ചു. ഞങ്ങൾ റൂമിൻ്റെ വാടക മാത്രം കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ വെളിയിൽ വന്ന്.
വെളിയിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പളനി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞങ്ങൾ ഒരു ആട്ടോ വിളിച്ച് ഞങ്ങളിങ്ങനെ അതിനു മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നമ്മൾ അടുത്തൊക്കെ ഉള്ള ഹോട്ടലെല്ലാം ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു ഹോട്ടൽ കണ്ട് അവിടെ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ആട്ടോയിൽ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ട്രെയിനാണെങ്കിൽ ഇപ്പോഴേ ഒന്നും ഇല്ല ട്രെയിന്. അതുമല്ല നേരെ ഞങ്ങൾ വന്ന അതേ റിട്ടേൺ അമൃത എക്സ്പ്രസ് തന്നെ ഉള്ളൂ കേട്ടോ. അത് 6 മണിക്കാണ്. അത് ചുറ്റിക്കറങ്ങി ഒക്കെ കുറേ ടൈം എടുക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ നേരെ ഇവിടുന്ന് ബസ്സിനകത്ത് നിങ്ങൾ ദിണ്ടുക്കല്ലോ മധുരയിൽ പോയാൽ മതി. അവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് പോകാനുള്ള ഞങ്ങളുടെ സ്ഥലത്തോട്ട് കന്യാകുമാരിയിലോട്ടുള്ള ട്രെയിൻ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ഓട്ടോയിലോട്ട് കയറി. അപ്പോൾ ആ ഓട്ടോയിലെ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. നല്ല സഹകരണമുള്ള ചേട്ടൻ. ആ ചേട്ടൻ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു. നിങ്ങൾ നേരെ പളനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ദിണ്ടുക്കൽ ദിണ്ടുക്കൽ ബസ് കയറി ദിണ്ടുക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് നിങ്ങൾ ദിണ്ടുക്കൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് അവിടുന്ന് നിങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് കന്യാകുമാരി കുഴിത്തറ കന്യാകുമാരിയിലോട്ട് നാഗർകോവിൽ വഴി ഇഷ്ടംപോലെ ട്രെയിൻ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദിണ്ടുക്കൽ സ്റ്റേഷനിലെത്തി ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് എന്തായാലും ട്രെയിൻ വന്നു. ഗുരുവായൂർ എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ സി യു. ഞങ്ങൾ രാത്രി 11 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ കുഴിത്തറ എത്തി. അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു.